മലയാള വിസ്മയം. ഇത് മറുനാടിൻ്റെ മലർവാടി. പാൻ ഇന്ത്യ പടം ചെയ്യുമ്പോൾ എല്ലാ ഭാഷയിൽ നിന്നും ഓരോ പ്രഗത്ഭന്മാരെ അഭിനയിപ്പിക്കുക എന്നത് ട്രെൻഡാണ്. പക്ഷെ നിങ്ങൾ അത് ചെയ്തില്ല എന്ന് തോന്നുന്നു. എന്താ കാരണം എന്ന അവതാരകയുടെ ചോദ്യത്തിന് കാന്താര സംവിധായകനുമായ ഋഷഭ് ഷെട്ടിയുടെ മറുപടി ഇങ്ങനെയായിരുന്നു. ആദ്യത്തെ ഭാഗം ചെയ്യുമ്പോൾ കന്നഡ സിനിമയായിരുന്നു. ജനങ്ങൾ അതിനെ പാൻ ഇന്ത്യ ആക്കിയതാണ്. കന്നഡ ഓഡിയൻസാണ് പാൻ ചെയ്യാമെന്ന പ്രോത്സാഹനം തന്നത്. ഇപ്പോൾ രണ്ടാം ഭാഗം ചെയ്യുമ്പോൾ ഇന്ന ആർട്ടിസ്റ്റുകൾ ടെക്നീഷ്യൻ വേണമെന്ന തോന്നൽ ഉണ്ടാകും. പക്ഷെ ഞാൻ എന്ത് വിചാരിക്കുന്നു എന്ന് വെച്ചാൽ, അന്ന് കാന്താര ചെയ്യുമ്പോൾ അവരാരും ഉണ്ടായിരുന്നില്ല. ആ ചെറിയ സിനിമയെ ഈ ലെവലിൽ കൊണ്ടുവന്നിരിക്കുന്നത് ഇതേ ജനങ്ങളാണ്. അതിനാൽ കഥ എന്ത് ചോദിക്കുന്നുവോ അവർക്ക് അവസരം നൽകണം. അവരുടെ അസോസിയേഷൻ തന്നെ സിനിമയ്ക്ക് വലിയൊരു കോൺട്രിബ്യൂഷൻ ആകുമെന്ന് വിശ്വസിക്കുന്നവനാണ് ഞാൻ. അതെല്ലാം കഥയ്ക്ക് സംബന്ധിച്ച പോലെ ഓർഗാനിക്കായി സംഭവിക്കേണ്ടതാണ്. നമ്മളായിട്ട് ഫോഴ്സ് ചെയ്താൽ ശരിയാകില്ല. അവർക്കും ക്യാരക്ടർ ഫിറ്റ് ആകില്ല, സിനിമയ്ക്കും ജസ്റ്റിഫൈ ആകില്ല എന്ന് ഞാൻ കരുതുന്നു. പിന്നെ ഈ സിനിമയിൽ എല്ലാ സ്റ്റേറ്റ്സിൻ്റെവരും വന്ന് ജോലി ചെയ്തിട്ടുണ്ട്. ഈ ചിത്രം ഷൂട്ട് ചെയ്യുമ്പോൾ ടെക്നീഷ്യൻ കുറഞ്ഞു പോയി എന്ന് പറയുന്നത്ര ആളുകൾ വേണമായിരുന്നു. ആർട്ട് ഡിപ്പാർട്ട്മെന്റിൽ എല്ലാ ദിവസവും 700 പേർ ജോലി ചെയ്തുകൊണ്ടിരുന്നു. അതിനാൽ പല സംസ്ഥാനങ്ങളിൽ നിന്നും ആളുകൾ വന്നിരുന്നു. അതേപോലെ നമ്മളുടെ ലോക്കൽ ടാലൻസ്. നമ്മൾ പറയുന്നത് തന്നെ നമ്മളുടെ മണ്ണിന്റെ കഥ, മനുഷ്യന്റെയും പ്രകൃതിയുടെയും സംഘർഷത്തിന്റെ കഥയാണ് നമ്മൾ പറയുന്നത്. സോ ഇത്തവണ അതിന്റെ ഇനിയും ഡീപ്പർ സൈഡിലേക്ക് പോയിരിക്കുകയാണ്. അതിന് ഈ മണ്ണിന്റെ പിള്ളേർ തന്നെ വേണമായിരുന്നു. അവരുണ്ടെങ്കിലേ സിനിമ നേരും നെറിയോടെ ചെയ്യാനാകുമെന്ന് ഞാൻ കരുതുന്നു. വളരെ പവർഫുള്ളായി സ്ട്രോങ് ആയിട്ട് ഇരിക്കുന്നവനാണ് ഞാൻ. പക്ഷേ ഇത്തവണ പറ്റിയില്ല. അത്രയും സംഭവങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് വാക്കുകളില്ല. ഇനിയും അധികം ചോദിച്ചാൽ വേറെ മാതിരിയായി പോകും. താങ്ക് യു സോ മച്ച്. കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു നിങ്ങൾ അഭിമാനിക്കുന്ന സിനിമയാകുമെന്ന്. ഇത്തവണ പിന്നെയും നിങ്ങളുടെ പ്രോത്സാഹനം ലഭിക്കുമെന്ന് ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. താങ്ക് യു സോ മച്ച്. ನಮ್ಗೆ ಮತ್ತೆ ಬೆನ್ ತಟ್ತೀರಾ, ನಮ್ಮನ್ನು ಪ್ರೌಡಾಗಿ ನೋಡ್ತೀರಾ ನೀವು ಅಂತ ನಂಬಿದ್ದೀನಿ ನಾನು. ಥ್ಯಾಂಕ್ ಯು ಸೋ ಮಚ್. 5ാം നൂറ്റാണ്ടിന്റെ കഥ പറയുവാൻ നിങ്ങൾ ചെയ്ത അധ്യയനങ്ങൾ എന്തൊക്കെയാണ് എന്നായിരുന്നു ചോദ്യം. ഇതിന് ഋഷഭ് ഷെട്ടി പറഞ്ഞ ഉത്തരം: കുറെ പേരുടെ സഹകരണമുണ്ട്. മംഗലാപുരം യൂണിവേഴ്സിറ്റിയുടെ റിട്ടയർഡ് വൈസ് ചാൻസലർ വിവേക് റായ്, ചിന്നപ്പ ഗൌഡ, പിന്നെ വരാഹരൂപം പാട്ട് എഴുതിയയാൾ, അല്ലാതെ ശ്യാം പ്രസാദ് എന്നിവരുടെ കൂടെയും ചർച്ചകൾ നടത്തിയിരുന്നു. അല്ലാതെ ഞാനും റൈറ്റർ അനിയും ചേർന്ന് അവിടുത്തെ കുറെ റൈറ്റേഴ്സിനോട് തിരക്കി കുറെ സംഗതികൾ അറിയുവാൻ പറ്റി. അതെല്ലാം അറിഞ്ഞ ശേഷം നമ്മളുടെ കഥയ്ക്ക് എന്താണ് ആവശ്യം എന്ന് നോക്കിയിട്ട് ഏറ്റെടുത്തിട്ടുണ്ട്. കാന്താര കാണുന്നതിന് മുൻപ് 3 ഡിവൈൻ സ്റ്റെപ്സ് അനുകരിക്കണം എന്നൊരു ഇംഗ്ലീഷ് പോസ്റ്റ് വൈറലായിട്ടുണ്ട്. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ആ പോസ്റ്റ് ഞാനും കണ്ടു. കാന്താര കാണണമെങ്കിൽ 3 സ്റ്റെപ്സ് അനുകരിക്കണം എന്നാണ് അതിലെഴുതിയത്. പുകവലിക്കാതെ, മദ്യം, മാംസം കഴിക്കാതെയാണ് സിനിമ കാണാൻ തിയേറ്ററിൽ വരേണ്ടതെന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. അതൊരു ഫേക്ക് പോസ്റ്റാണ്. ആദ്യം തന്നെ പറയട്ടെ, ആഹാരങ്ങളാവട്ടെ അവരവരുടെ ഹാബിറ്റ്സ് ആവട്ടെ, ഇതിനൊന്നിനും ചോദ്യം ചെയ്യുന്ന അധികാരം ആർക്കുമില്ല. എല്ലാം അവരവരുടെ സ്വന്തം ചിന്തയ്ക്ക് ചേർന്നതാണ്. ആ പോസ്റ്റ് ചെയ്തവർ അതിനെ റിമൂവ് ചെയ്തിട്ട് ക്ഷമ ചോദിച്ചിട്ടുണ്ട്. അതിനും നമ്മളുടെ പ്രൊഡക്ഷൻ ഹൗസിനും യാതൊരു ബന്ധവുമില്ല. ആ പോസ്റ്റ് കണ്ടിട്ട് എനിക്ക് തന്നെ ഷോക്കായി പോയി. ആരാണ് ഇത് ചെയ്തത്? ഇങ്ങനെയൊക്കെ ചെയ്താൽ ജനങ്ങൾ എന്താണ് വിചാരിക്കുക എന്നെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് തങ്ങളുടെ നരേറ്റീവിനെ പോപ്പുലർ ആക്കാൻ വേണ്ടി ചിലതിങ്ങനെ സംഭവിക്കും. മുൻപ് വന്ന കാന്താരയിൽ തെയ്യത്തിന്റെ ശക്തിയുടെ കൂടെ വനഭൂമിയിൽ ജീവിക്കുന്നവരുടെ കഷ്ടപ്പാടിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. ഇതിൽ അങ്ങനെ ഏത് സംഭവത്തെയാണ് കാണിച്ചിട്ടുള്ളത് എന്നായിരുന്നു ചോദ്യം. ഇതിന് ഋഷഭ് ഷെട്ടി പറഞ്ഞ ഉത്തരം ഇതാണ്: ഇവിടെയും മനുഷ്യന്റെയും പ്രകൃതിയുടെയും കഥ തന്നെ. ഇവിടെയും ആദിവാസികളുടെയും സർക്കാരിന്റെയും നടുക്കുള്ള പ്രശ്നത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. ട്രെയിലർ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. കോട്ടകളെ കെട്ടിയവരോട് കാട്ടുതീ വാനോളം പടർന്നെന്ന് പറയുന്ന പാട്ടിന്റെ വരികളുണ്ട്. കോസ്റ്റൽ ഭാഗത്തിലുള്ള ഭൂരിഭാഗം നാടോടി കലാകാരന്മാർ, ബാക്ക്വേർഡ് കാസ്റ്റിലുള്ളവർ, ഇന്നും കാട്ടിനകത്ത് തന്നെ ദുടി, ഡോൽ എന്നിവ കൊട്ടി പാടുന്നവരെ നാം 2 കാന്താരയിലും ഉപയോഗിച്ചിട്ടുണ്ട്. അവരെ ഒരു സ്ഥലത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് അവർക്ക് 2-3 ദിവസത്തെ ജോലികൾ കൊടുത്തു. ആ സംഗീതത്തിനെയാണ് ഞങ്ങൾ സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ പാട്ടിലുള്ള തകിൽ പോലത്തെ ഡ്രംസും എല്ലാ ഇൻസ്ട്രുമെന്റ്സും ആ സമുദായക്കാർ തന്നെ കൊട്ടിയതാണ്. ഇതെല്ലാം ഇപ്പോൾ പറയുവാൻ കാരണം തീർച്ചയായും ഈ ചിത്രത്തിലും ആദിവാസികളുടെ കഥയുണ്ട് എന്നത് തന്നെയാണ്. കഴിഞ്ഞ തവണ ക്ലൈമാക്സ് ദൃശ്യത്തിൽ രാജ്ബി ഷെട്ടി കൈ ചേർത്ത പോലെ ഇത്തവണ ആരെങ്കിലും ഫ്രണ്ട്സ് കൈകോർത്തിട്ടുണ്ടോ? ഇല്ല. ഇത്തവണ രാജ് ഷെട്ടിയോ രക്ഷിത് ഷെട്ടിയുടെയോ സഹായം ഈ ചിത്രത്തിന് ചോദിച്ചിട്ടില്ല. കാന്താര ട്രെയിലറിന്റെ 35ാം സെക്കൻഡിൽ ഒരമ്മ കുഞ്ഞിനെ കയ്യിലെടുത്ത് ബിർമെ എന്ന് പറയുന്നത് കാണാം. ഈ ബിർമെ എന്ന പേര് തുളുനാടിന്റെ മാത്രം വിശ്വാസമാണ്. തുളുനാടിന്റെ സൃഷ്ടിയുടെ കഥ എന്ന് പറയുന്നത് കേരളം സൃഷ്ടിയുടെ പിന്നിലുള്ള പുരാണ കഥ തന്നെയാണ്.
പരശുരാമൻ കടലിൽ മഴു എറിഞ്ഞ് സൃഷ്ടിച്ചതാണ് എന്നതാണ് കഥ. പക്ഷെ ഇവിടെ രണ്ട് അഭിപ്രായങ്ങളുണ്ട്. തെയ്യം ആരാധകരായ തുളുനാട്ടുകാർ ആദ്യകാലത്ത് ശൈവശക്തിയിൽ വിശ്വസിച്ചവരായിരുന്നു. 13-ാം നൂറ്റാണ്ട് തൊട്ട് വൈഷ്ണവ രാജഭരണത്തിനാൽ വിഷ്ണുവിന്റെ കഥകൾ ചേരാൻ തുടങ്ങി. അതിനുശേഷമാണ് പരശുരാമന്റെ കഥകൾ സൃഷ്ടിക്കപ്പെട്ടത്. ഇപ്പോഴും ഇങ്ങനെയൊരു ചർച്ച നിലനിൽക്കുന്നു. അതിനിടയിലാണ് കാന്താര ട്രെയിലറിലും ബെർമരെ കുറിച്ചും ഈശ്വരൻ എന്ന ശിവനെ കുറിച്ചും പറയുന്നുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ ജനങ്ങളിൽ അധികം പേരും പരശുരാമന്റെ സൃഷ്ടി എന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ 5-ാം നൂറ്റാണ്ടിന്റെ കഥയുമായുള്ള ഈ കാന്താര സിനിമയിൽ പരശുരാമന്റെ കഥയില്ലേ എന്നായിരുന്നു അടുത്ത ചോദ്യം. ഈ ചോദ്യത്തിന് ഋഷഭ് ഷെട്ടിയുടെ ഉത്തരം ഇതായിരുന്നു: അങ്ങനെയൊന്നുമില്ല. രണ്ടിലും വിശ്വാസമുള്ളവർ പരശുരാമ സൃഷ്ടി എന്നതിലും ബെമ്മര സൃഷ്ടി എന്നതിലും ചർച്ച നടന്നുകൊണ്ട് തന്നെ ഇരിക്കും. എല്ലാം അവരവരുടെ വിശ്വാസം. സിനിമയിൽ ഉണ്ടോ എന്നത് നിങ്ങൾ സിനിമ തന്നെ കാണണം. ട്രെയിലറിൽ അതുപോലത്തെ ഏത് സംഗതികളും ഞങ്ങൾ കൊണ്ടുവന്നിട്ടില്ല. ഞാൻ രണ്ട് സംഭവങ്ങളെയും വിശ്വസിക്കുന്നവനാണ്. അതിന് പ്രത്യേക കാരണങ്ങളുണ്ട്. ബെമ്മരിലും പരശുരാമന്റെ സൃഷ്ടിയിലും വിശ്വാസമുണ്ട്. അതിനാൽ അവിടെ എന്ത് വിഷയം ലഭിക്കുന്നുവോ അതിനെ എടുത്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്നു. ಬೇರೆ ಬೇರೆ ಕಾರಣಗಳಿಗೆ ಬೆಮ್ಮೆರ ವಿಚಾರಕ್ಕೂ ನಾನು ತುಂಬ ನಂಬುವಂಥವನು. ಆ ಕಾರಣಕ್ಕೂ ನನಗೆ ನಂಬಿಕೆ ಇದೆ. ಪರಶುರಾಮರ ಸೃಷ್ಟಿ ಅನ್ನುವಂಥ ವಿಚಾರಗಳು ನನ್ನ ನಂಬಿಕೆ ಇದೆ. ಸೊ ಹಾಗಾಗಿ ಅಲ್ಲಿ ನಮ್ಗೆ ಏನೇನು ಒಳ್ಳೆ ವಿಚಾರಗಳು ಸಿಗುತ್ತೆ ಆ ವಿಷಯಗಳನ್ನು ತಗೊಂಡು ಮುಂದೆ ಹೋಗ್ತಾ ಹೋಗ್ತೀವಿ. ഈ സിനിമയിൽ എത്ര സത്യമുണ്ട്, ഫിക്ഷൻ എത്രയുണ്ട് എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ കണക്ക് കൂട്ടുന്നത് വളരെ കഷ്ടകരം എന്നാണ് ഋഷഭ് പറഞ്ഞത്. ഞാൻ വളരെയധികം വിശ്വാസമുള്ളവനാണ്. തെയ്യത്തിനെയും ദൈവത്തിനെയും വിശ്വസിച്ച് തന്നെ ഞാൻ ഈ സിനിമ എടുക്കുന്നതാണ്. കഥ എന്ന സംഗതി വരുമ്പോൾ നമ്മൾക്ക് കൽപ്പനയും വേണം. ചില നടന്ന സംഭവങ്ങളെയും പറയേണ്ടിയിരിക്കുന്നു. ഈ കഥയിൽ അത് എത്ര ഫിറ്റ് ആകുന്നു എന്നതിനനുസരിച്ച് മാറ്റങ്ങളും ചെയ്യേണ്ടതായിരിക്കുന്നു. തെയ്യത്തിന്റെ സംഗതി വരുമ്പോഴെല്ലാം നമ്മൾ എന്താണോ കേട്ടിരിക്കുന്നത്, നമ്മുടെ നാടൻ പാട്ടുകളിൽ ഉള്ളതും പണ്ടത്തെ തലമുറക്കാർ പറയുന്നതും എന്താണോ ആ സംഭവങ്ങളിലൂടെ തന്നെ പോയിരിക്കുകയാണ്. ದೈವದ ವಿಚಾರಗಳಿಗೆ ಬಂದಾಗ ನಾವೇನ್ ಕೇಳಿರ್ತೀವಿ, ನಮ್ಮ ಪಾಠಗಳಲ್ಲಿ ಏನ್ ಕೇಳಿರ್ತೀವಿ, ನಮ್ಮ ಹಿರಿಯರು ಏನ್ ಹೇಳಿರ್ತಾರೆ, ಈ ತರ ವಿಚಾರಗಳು ಇಟ್ಕೊಂಡು ಹೋಗಿ. ഈ ചിത്രത്തിന്റെ കഥ ചെയ്യുവാൻ എത്ര സമയമെടുത്തു എന്ന ചോദ്യത്തിന് ഋഷഭ് നൽകിയ ഉത്തരം ഇങ്ങനെയാണ്: ഈ കഥയുടെ പശ്ചാത്തലമെല്ലാം ഞാൻ ബാല്യം തൊട്ടേ കേട്ടു വളർന്നതാണ്. പക്ഷെ ഈ കഥയുടെ സ്ട്രോങ് സ്റ്റോറി ലൈൻ പിറന്നു വന്നത് കാന്താര ജേർണിയിൽ നിന്ന് തന്നെ. അതിന് ഞാൻ കേട്ട കഥകൾ, പാടുതന എന്ന് പറയുന്ന നാടൻ പാട്ടുകളുടെ കൂടെ കുറെ പുസ്തകങ്ങളിൽ നിന്ന് കിട്ടുന്ന സംഗതികളെയും ചർച്ച ചെയ്തു. മംഗലാപുരത്ത് തെയ്യം കെട്ടുന്നവരോടും ഈ വിഷയത്തിൽ അധ്യയനം ചെയ്തിരിക്കുന്ന പ്രൊഫസേഴ്സ്, PhD ചെയ്ത നോവലിസ്റ്റ്സ്, ഇങ്ങനെ എല്ലാവരോടും ചർച്ച ചെയ്തിട്ട് ഡെവലപ്പ് ചെയ്ത കഥയാണിത്. കഥ ചെയ്യുന്ന സമയത്തിൽ തന്നെ പാരലലായി എഴുത്തും തുടങ്ങിയിരുന്നു. ಬರವಣಿಗೆಯನ್ನು ನಾವು ಪ್ಯಾರಲ್ ಆಗಿ ಮಾಡ್ಕೊಂಡು ಹೋಗಿರುವಂಥದ್ದು. ഇനി കളരിപ്പയറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, കളരിപ്പയറ്റ് എന്നത് ഒരു ദൃശ്യത്തിന് വേണ്ടി പ്രാക്ടീസ് ചെയ്തതൊന്നുമല്ല. അത് എന്റെ വ്യായാമത്തിന്റെ ഒരു ഭാഗമായിരുന്നു. ഞങ്ങളുടെ നാട്ടിൽ അതിന് ഗരടിപ്പെട്ട് എന്നാണ് വിളിക്കുക. അതും ഒരു ഐതിഹ്യമുള്ള ഒരു വ്യായാമമാണ്. യുദ്ധത്തിലും ഉൾപ്പെടുത്തിയിട്ടുള്ള കലയാണ്. ഇത് ആ കാലത്തിന്റെ സിനിമ ആയതുകൊണ്ടും ഇതിൽ യുദ്ധത്തിന്റെ സന്ദർഭം വന്നതുകൊണ്ടും ഞാൻ പ്രാക്ടീസ് ചെയ്തതല്ലാതെ പർട്ടിക്കുലർ ദൃശ്യത്തിനു വേണ്ടി ചെയ്തതായിരുന്നില്ല. കന്നഡയിലെ ഫൈറ്റ് മാസ്റ്റേഴ്സ് അല്ലാതെ വേറെയും 4 മാസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. പ്രശസ്തരായ മാത്യു, രാമലക്ഷ്മൺ എന്നല്ലാതെ ബൾഗേറിയയിൽ നിന്ന് ഒരു ഫൈറ്റ് മാസ്റ്ററും കൂടി വന്നിരുന്നു. മിഥുൻ എന്ന പുതുമുഖം മാസ്റ്ററും വന്ന് സ്വീക്വൻസ് ചെയ്തിരുന്നു. ഒരു പാൻ ഇന്ത്യൻ സിനിമയിൽ അഭിനയവും സംവിധാനവും എങ്ങനെ ഒറ്റയ്ക്ക് ചെയ്യുവാൻ പറ്റുന്നു എന്ന ചോദ്യത്തിന് ഋഷഭ് ഷെട്ടി നൽകിയ ഉത്തരം ഇങ്ങനെയായിരുന്നു: അധികം ചിന്തിച്ചാൽ ഇത്തരം സിനിമ ചെയ്യുവാനേ പറ്റില്ല. ഈ സ്കെയിലിലുള്ള സിനിമ അത് ബജറ്റിനെ ഉദ്ദേശിച്ചിട്ട് മാത്രമല്ല ഞാൻ പറയുന്നത്, കഥയും ചേർത്തിട്ടാണ്. അപ്പോൾ ടീം വർക്ക് വളരെ ഇമ്പോർട്ടൻസ് നൽകേണ്ടിയിരിക്കുന്നു. എന്റെ റൈറ്റേഴ്സും വളരെ കാലങ്ങളായി എന്റെ സുഹൃത്തായിട്ടുള്ള DOPയുടെയുള്ള കോർഡിനേഷനും വലിയ തുക മുടക്കുന്ന ഇതുപോലത്തെ പ്രൊഡ്യൂസേഴ്സും ഉണ്ടാകുമ്പോൾ ഇങ്ങനെയൊരു സിനിമ ഉണ്ടാകുന്നു. നിങ്ങളുടെ എല്ലാം മുൻപിൽ ഞാൻ കാണുന്നു എന്നല്ലാതെ എല്ലാവരും ചേരുമ്പോഴേ ഇങ്ങനെയൊരു സിനിമ ചെയ്യാൻ പറ്റൂ എന്ന് കരുതുന്നവനാണ്. കാന്താര സിനിമ ഷൂട്ടിംഗ് തുടങ്ങിയ ശേഷം ഓരോന്നായി അപകടം നടന്നുവെന്ന കാര്യം കന്നഡ മാധ്യമങ്ങളിൽ വലിയ വാർത്തയായിരുന്നു. മലയാളിയായ കപിൽ എന്ന ജൂനിയർ ആർട്ടിസ്റ്റിന്റെ മരണവും ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ഈ അപകടങ്ങളെ കുറിച്ച് ചോദിച്ചപ്പോൾ ഋഷഭ് ആരുടെയും പേര് പറയാതെ തന്നെ നൽകിയ ഉത്തരം ഇങ്ങനെയായിരുന്നു: നടന്ന സംഭവങ്ങളിൽ ചിലർ നമ്മളുടെ സിനിമയ്ക്ക് ബന്ധപ്പെട്ടിരിക്കുന്ന വ്യക്തികൾ. വളരെ വിഷമമുള്ള കാര്യം തന്നെ. അതിനെ മുന്നിൽ നിർത്തി ഷോ ഓഫ് നടത്തുന്നില്ല. വളരെ വിഷമം എന്ന് പറഞ്ഞാൽ അവരെയെല്ലാം ഈ ദിവസം വളരെ മിസ് ചെയ്യുന്നു. പക്ഷെ എങ്ങനെ ആഖ്യാനം ചെയ്യപ്പെട്ടു എന്നാൽ എല്ലാം ഷൂട്ടിംഗ് വേളയിൽ നടന്നതായി പറയപ്പെട്ടു. വാസ്തവത്തിൽ ഷൂട്ടിംഗ് നടക്കുമ്പോൾ ഒന്നും സംഭവിച്ചിട്ടില്ല. പക്ഷെ നഷ്ടം തന്നെ. ആ ആഖ്യാനത്തിന്റെ സംബന്ധിച്ചിട്ട് ഞാൻ പറയുന്നു, അപകടങ്ങൾ സംഭവിക്കുമെന്ന് പറയുകയാണെങ്കിൽ ഞാൻ തന്നെ സെറ്റിൽ 5-6 തവണ മരിക്കേണ്ടതായിരുന്നു. ഒരു ചെറിയ ഫംഗ്ഷൻ നടത്തുമ്പോൾ പോലും എന്തെങ്കിലും ഏറെക്കുറെ സംഭവിക്കാറുണ്ട്. അങ്ങനെ ഇരിക്കെ 3 വർഷം ജോലി ചെയ്യുമ്പോൾ സത്യത്തിൽ ഒന്നും സംഭവിക്കാത്ത പോലെ ദൈവശക്തി കാത്തു സൂക്ഷിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയാം. ഷൂട്ടിങ്ങിനിടയിൽ രാത്രി പകൽ നടന്നതിനെ കുറിച്ച് മീഡിയയുടെ മുന്നിൽ വന്ന് പറയുവാൻ എനിക്ക് വാക്കുകളില്ല. ഈ അനുഭവങ്ങൾ എല്ലാവർക്കും ഉണ്ടാകും. ചോദിച്ചാൽ ഫ്രെയിം ചെയ്ത് പറയുവാൻ ആർക്കും സാധിക്കില്ല.
കാന്താര സിനിമയുടെ സെറ്റിൽ തനിക്കും റിസ്ക് ഉണ്ടായിരുന്നു എന്ന് ഋഷഭ് പറഞ്ഞു. റിസ്കി ഷോട്ട്സ് ഉണ്ടാകുമ്പോൾ ഭാര്യയെ അവോയ്ഡ് ചെയ്യുമായിരുന്നു. നീ സെറ്റിലേക്ക് കുറച്ച് വൈകിട്ട് വന്നാൽ മതിയെന്ന് പറയുമായിരുന്നു. ബിക്കോസ് എന്റെ ആക്ഷൻ രംഗങ്ങൾ കണ്ട് അവൾ ടെൻഷൻ ആവണ്ട എന്ന് കരുതിയിട്ടാണ്. മുൻപേ അവൾ പറഞ്ഞ നേർച്ചകൾ കുറേ ഉണ്ട് താനും. കാന്താര സെറ്റിൽ അതുണ്ടായി ഇതുണ്ടായി എന്ന് സംഗതി പരത്തുന്നത് കേട്ടുകൊണ്ടിരുന്നു. കണക്ക് കൂട്ടിയാൽ 4-5 തവണ എന്റെ ജീവൻ പോകേണ്ടതായിരുന്നു. പക്ഷേ ഈ സിനിമ 2-ാം തീയതി റിലീസ് ആകുന്നുണ്ടെങ്കിൽ അതിന് കാരണം ദൈവം എന്നത് മാത്രം സത്യം. ആ ദൈവം തന്നെ ഇടീ ടീമിന് ആശീർവാദം നൽകി ഇന്ന് ഇവിടെ വരെ കൊണ്ടുവന്നിട്ടുണ്ട്. ಓನ್ಲಿ ರೀಸನ್ ನನ್ನ ಹಿಂದೆ ನಿಂತಿರೋದು ದೈವ ಅನ್ನೋದಷ್ಟೇ ನಂಬಿಕೆ. ಇವರಿಂದನೇ ನಮ್ಮ ಇಡೀ ತಂಡಕ್ಕೆ ಪ್ರತಿಯೊಬ್ಬರಿಗೂ ಆಶೀರ್ವಾದ ಮಾಡಿ ಇವತ್ತೊಮ್ಮೆ ನಮ್ಮನ್ನು ಇಲ್ಲಿ ನಿಲ್ಲಿಸಿದೆ. കാന്താര ആദ്യ ഭാഗം വന്നപ്പോഴും അതിലുണ്ടായത് കർണാടകത്തിന്റെ ഭൂരിഭാഗം സംസാരിക്കുന്ന കന്നഡയായിരുന്നില്ല, മംഗലാപുരത്തിൽ മാത്രം സംസാരിക്കുന്ന കന്നഡയായിരുന്നു. അതിലും തെയ്യം സംസാരിക്കുമ്പോൾ അധികമായിട്ട് തുളു ഭാഷയും ചേർത്തിരുന്നു. ഇതിപ്പോൾ 5-ാം നൂറ്റാണ്ടിന്റെ കഥ പറയുന്നത് കൊണ്ട് ഭാഷയിൽ മാറ്റം കാണിച്ചിട്ടുണ്ടോ എന്ന ചോദ്യം ഉയർന്നു. ഇതിന് ഋഷഭ് നൽകിയ ഉത്തരം ഇങ്ങനെയായിരുന്നു. ഈ ചിത്രത്തിന്റെ കഥ തന്നെ മംഗലാപുരം ഭാഗത്തിന്റേതാണ് ആയതുകൊണ്ട് തന്നെ മംഗലാപുരത്തിന്റെ കന്നഡ തന്നെയാണ് ഇതിലുള്ളത്. തുളുനാടിന്റെ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ തുളുവും ഉണ്ട്. കർണാടക തീരപ്രദേശത്തിന്റെ കഥയായതിനാൽ മംഗലാപുരത്തെ കന്നഡത്തിൽ ഉണ്ടാകും. അപ്പോഴും ഇതേപോലെ മംഗലാപുരത്തിന്റെ കന്നഡ ഉണ്ടായിരുന്നോ എന്ന് ചോദ്യം. ഭാഷയെക്കുറിച്ച് വാദിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഏത് സംഗതികൾക്കും 10 ആംഗിൾസ് ഉണ്ടാകും. കഥ ഇപ്പോഴത്തെ ജനറേഷനായി പറയുന്നത് കൊണ്ട് ഇപ്പോഴത്തെ ജനങ്ങൾക്ക് മനസ്സിലാകും വിധം പറയേണ്ടിയിരിക്കുന്നു. കുന്താപുര കന്നഡത്തിൽ കഥ പറയുന്ന ചിന്തയും ഉണ്ടായിരുന്നു. പക്ഷെ അത് കുന്താപുരത്തിൽ നിന്ന് പുറത്തുള്ളവർക്ക് മനസ്സിലാകുമോ എന്ന് സംശയമായി. പക്ഷെ ഒരു സിനിമാറ്റിക് ലിബർട്ടി എടുക്കാം, ഇല്ല എന്ന് പറയുകയില്ല. അല്ലാതെ മംഗലാപുരത്തിന്റെ തീരപ്രദേശങ്ങളിലെ കന്നഡ ബഹുഭാഗം ബുക്കിഷായി വായനയുടെ കന്നഡ തന്നെ ആയിട്ടാണ് ഉള്ളത്. ഇതെല്ലാം ചേർത്തിട്ടാണ് മംഗലാപുരത്തെ കന്നഡ ഇതിലുള്ളത്. ഇനി ഡബ്ബിംഗ് സമയത്ത് തുളു ഭാഷയെ അങ്ങനെ തന്നെ വെച്ചിരിക്കാനാണ് തീരുമാനിച്ചത്. കഴിഞ്ഞ തവണയും തെയ്യം സംസാരിക്കുന്നത്, തെയ്യത്തിന്റെ വാക്കുകൾ, ഫോക്ക് റിലേറ്റഡ് സോങ്സ് എല്ലാം തുളുവിൽ തന്നെ ഉണ്ടായിരുന്നു. ഇനി 50 കാന്താര ചെയ്തെങ്കിലും അത് തുളു അല്ലെങ്കിൽ മംഗലാപുരത്തെ കന്നഡയിൽ തന്നെ ഉണ്ടാകും. ബാക്കി സംഗതികൾ മാറ്റാൻ പറ്റും. പാൻ ഇന്ത്യ എന്ന് പറഞ്ഞ ഉടനെ ഇവിടുത്തെ സംഭവം ഏത് ഭാഗത്തിന്റെ സംഭവം എന്നത് മാറുന്നതേയില്ല. വേറൊരു സ്ഥലത്തിന്റെ കഥയാണെങ്കിൽ മാത്രമേ ലോക്കൽ ലാംഗ്വേജ് മാറ്റേണ്ട കാര്യമുള്ളൂ. ಎಲ್ಲವೂ ತುಳುವಲ್ಲೇ ಇತ್ತು, ಇವತ್ತಿಗೂ ತುಳುವಲ್ಲೇ ಇರುತ್ತೆ. ಇನ್ನು 50 ಕಾಂತಾರ ಆದರೂ ಅದು ತುಳುವಲ್ಲಿ ಅಥವಾ ಮಂಗಳೂರು ಕನ್ನಡದಲ್ಲಿ ಇದ್ರೆ ಅಥವಾ ಕರಾವಳಿ ಕನ್ನಡದಲ್ಲಿ ಇದ್ರೆ ಹಂಗೆ ಇರುತ್ತೆ. ಉಳಿದ ವಿಚಾರಗಳನ್ನು ಚೇಂಜ್ ಮಾಡ್ತೀವಿ. കഴിഞ്ഞ 3 മാസത്തിൽ ശരിയായ ഉറക്കമില്ല. അത്രയ്ക്കും പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് ഉണ്ടായിരുന്നു. 3 വർഷത്തിൽ ഈ സിനിമയുടെ കൂടെ ഉണ്ടായതുകൊണ്ട് ജനറൽ നോളേജ് ഒന്നുമില്ല. ലോകത്തിൽ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് ഒന്നും അറിയില്ല എന്ന് മുൻപേ പറഞ്ഞുകൊണ്ട് തന്നെ ഋഷഭ് ലോക സിനിമയിലെ കുറിച്ചുള്ള ചോദ്യങ്ങളിൽ നിന്ന് മാറുകയായിരുന്നു. ಜನರಲ್ ನಾಲೆಜ್ ಇಲ್ಲ, ಯಾಕಂತಂದ್ರೆ 3 ವರ್ಷ ಆಯ್ತು ಏನ್ ನಡೀತಿದೆ ಗೊತ್ತಿಲ್ಲ ಪ್ರಪಂಚದಲ್ಲಿ. ಸೊ ಸಿನಿಮಾದೊಳಗಡೆ ಮುಳುಗೋಗಿದ್ದೀವಿ ಅಷ್ಟೇ. ഞാൻ നിങ്ങളുടെ രവിയണ്ണ ഷനിൽ ഗൗതം. മലയാളം വിസ്മയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു. നമസ്കാരം, ഇതാണ് നിങ്ങളുടെ രവിയണ്ണൻ. പിന്നെ ഞാനാണ് നിങ്ങളുടെ ഗുരുജി രാജ്ബി ഷെട്ടി. മലയാളം വിസ്മയ യൂട്യൂബ് മലയാളം വിസ്മയ യൂട്യൂബ് ചാനൽ. മലയാള വിസ്മയം യൂട്യൂബ് ചാനൽക്ക് സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ പ്രകാശ് തുമിനാടാണ്. നിങ്ങൾ കാണുന്നുണ്ട് മലയാളം വിസ്മയ ചാനൽ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യൂ. ഹായ്, ഞാൻ JP തുമിനാടാണ്. മലയാള വിസ്മയം കാണൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. മറുനാടിന്റെ സ്വന്തം മലർവാടിയായ മലയാള വിസ്മയത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. സബ്സ്ക്രൈബ് ചെയ്യൂ, പ്രോത്സാഹിപ്പിക്കൂ.